നമസ്കാരം. ഞാൻ ഈ അവസാനം സംസാരിക്കണം എന്ന് തീരുമാനിച്ചൊരു ചെറിയ കാരണം, ഇത്രയും ആൾക്കാർ സംസാരിച്ചു കഴിയുമ്പോൾ എന്തോരം നുണകളാണ് എന്നെ പറ്റി പറയുന്നത് എനിക്ക് അറിയാൻ പറ്റും. ഞാൻ എങ്ങനെയാണ് അഹങ്കരിച്ചു, ക്യാമറ ഷൂട്ട് ചെയ്യാൻ വന്നില്ല, 3 ദിവസം ഞങ്ങൾ കാത്തിരുന്നു എന്നൊക്കെ പറയുന്നത് വിചാരിച്ചു. ആരും അങ്ങനെ പറഞ്ഞില്ല. ഏതായാലും വളരെ സന്തോഷം. ചന്ദ്രൻ, ഈ TV ചന്ദ്രക്ക് ഞാൻ സിനിമ കാണാൻ സിനിമയോ ആഗ്രഹിച്ചു തുടങ്ങിയ കാലത്തിന് ശേഷം കാണുന്ന ഏറ്റവും വലിയ വിപ്ലവകാരിയായ സിനിമയായിരുന്നു. ശരീരത്തിലുള്ള സകല രോഗങ്ങളും പ്രദർശിപ്പിച്ചിട്ടാണ് കൂടി ആ സിനിമയിൽ അഭിനയിച്ചത്. അന്നത്തെ ആൾക്കാർക്ക് അതിനൊരു വലിയ പുച്ഛമായിട്ടൊക്കെ തോന്നിയിരുന്നു. എന്നൊക്കെയാണെങ്കിൽ വളരെ കുട്ടിഘോഷിക്കപ്പെടുന്ന സിനിമകളായിരുന്നിരിക്കുന്നത്. ചന്ദ്രൻ്റെ ഷൂട്ട് ചെയ്ത സിനിമയ്ക്ക് ശേഷം അല്ലേ കമലിയാണ് സിനിമയാണ് ആദ്യം. അത് അന്നത്തെ കാലത്ത് വിപ്ലവകാരികളെ പറ്റിയുള്ള സിനിമകൾ തന്നെയാണോ, അത് തന്നെ ആ സിനിമ തന്നെ ഒരു വിപ്ലവമായി. പക്ഷേ ഞാൻ ആ സിനിമ കാണുന്ന സമയത്തൊക്കെ ഞാനൊരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ വളരെ ആരാധനയോട് നോക്കി. എൻ്റെ സീനിയറായിട്ട് പഠിച്ചിരുന്ന പവിത്ര അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. പവിത്ര വഴി എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമോ എന്ന് ഞാൻ ശ്രമിക്കാതിരുന്നില്ല. അതൊന്നും ശരിയായി. ഞാൻ ചാൻസ് വേണ്ടി ശ്രമിക്കാത്ത ആൾക്കാർ ആരും എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ വെച്ചപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറി പറ്റുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ അന്നത്തെ കാലത്ത് സിനിമ കാണുന്നത്. എന്നെ എന്താണ് ഇതിൽ കാണാൻ സാധിക്കുക എന്നുള്ള ഒരാഗ്രഹമായിരുന്നു. സിനിമയിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ അന്നത്തെ കാലത്ത് നമ്മുടെ പാരലൽ സിനിമയെന്ന്, ന്യൂ വേവ് സിനിമയെന്ന്, ആധുനിക സിനിമയെന്ന്, അത്യന്താധുനിക സിനിമ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന കുറേയേറെ സിനിമകളുണ്ടായിരുന്നു. ഞാൻ ആ സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചു വന്നവരാണ്. അത് കുട്ടിക്കാലത്ത് മാത്രമേ എനിക്ക് കുതിരപ്പുറത്ത് ഓടിപ്പോയെന്ന വെടിവെക്കുന്ന വില്ലന്മാരെ അടിച്ചു വീഴ്ത്തുന്ന നായകനാകണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയെക്കുറിച്ച് അറിയാനും പഠിക്കാനും സിനിമയിൽ വന്നതിന് ശേഷമൊക്കെ എൻ്റെ ശ്രമങ്ങൾ ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ അഭിനയിക്കാൻ കിട്ടിയ ഒരു അവസരവും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഒരുപക്ഷെ 100 ദിവസം ഓടുകയോ അല്ലെങ്കിൽ അത്ര വലിയ സിനിമ ഹിറ്റുകളാവുകയോ ചെയ്യുന്ന സിനിമകളായിരുന്നില്ല അന്ന് ഈ പറയുന്ന സിനിമകളൊന്നും. ഒരുപാട് സിനിമാ മോഹികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചു. പ്രത്യേകിച്ച് വലിയ വരവൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും എനിക്കതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളിൽപ്പെട്ടത്. അന്ന് ഭരതൻ, പത്മരാജൻ, മോഹൻ അങ്ങനെയുള്ള ഈ വളരെ കമേഴ്ഷ്യലില്ലാത്ത സിനിമാ പ്രവർത്തകരുടെ സിനിമയിൽ അഭിനയിക്കാൻ കൊതിച്ചു മോഹിച്ചിട്ടുള്ളതാണ്. പിന്നീട് അവരെ കൂടെ അഭിനയിക്കാൻ പറ്റിയെന്നുള്ളത് അറിയാം. പക്ഷേ എൻ്റെ സിനിമാ മോഹങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു കാലത്തും ചന്ദ്രനുള്ള സംവിധായകൻ്റെ ഒരു ഓഫർ നിരസിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല, സാധിച്ചിട്ടില്ല. ഞാൻ നിരസിച്ചിട്ടില്ല. ഞങ്ങൾ ആദ്യം അഭിനയിക്കുന്ന സിനിമ പന്തന്മാടെയാണ്, നിങ്ങൾക്കറിയാം. അത് 90-ലാണ്. എനിക്ക് ശ്രീരാമൻ, ഇവിടെ VK ശ്രീരാമൻ, അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ് സിനിമയുടെ CV ശ്രീരാമൻ ആണ് സിനിമയുടെ കഥാകൃത്ത്. 2 കഥകളാണ്. അതൊന്നുമില്ല, 2 കഥകളാണ്. ഭാസ്കര പട്ടേലും ഞാനും എന്ന് പറയുന്ന പോലെ തന്നെ പൊന്തന്മാടെയും ശീമത്തമ്പുരാൻ, അങ്ങനെ 2 പേരുടെ കഥയാണ്. ആ സിനിമയും അങ്ങനെ 2 പേരുടെ കഥയാണ്. ഒരേ കാലത്ത് ജീവിച്ചിരുന്ന ഒരു കീഴാളൻ്റെയും മേലാളൻ്റെയും കഥയാണ്. പക്ഷേ അത്ഭുതകരമായ ഒരു സൗഹൃദം അവരിൽ ഉണ്ടാവുകയും പരസ്പരം ഒരേ വികാരം, ഒരേ അനുഭവം, ഒരേ കാഴ്ചപ്പാട് ജീവിതത്തിലുണ്ടാവുന്ന ഒരു കീഴാളനും ഒരു മേലാളനും. മാടയായിട്ട് എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോരം കറുപ്പടിക്കണം, ഞാൻ കറുപ്പടിക്കേണ്ട ഇങ്ങനെ ഇരുന്നാൽ മതി, വലിയ കറുപ്പൊന്നും അടിച്ചില്ല. പക്ഷെ ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എന്താ പറയുക,